വിരുദ്ധാഹാരങ്ങൾ, ഉദാഹരണം മത്സ്യം, തൈര് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ നമ്മുടെ രാജ്യത്ത് കുറച്ച് ആൾക്കാർ പറയുന്നത് അതുപോലെ വിശ്വസിക്കുന്ന ഒരു ജനതയാണ്. ഇപ്പൊ ഈ ആമാശയത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഭക്ഷണവും അകത്തേക്ക് ചെന്നാൽ അതിൽ അന്നജമുണ്ടോ, കൊഴുപ്പുണ്ടോ, മാംസ്യ തന്മാത്രയുണ്ടോ, ശരീരം ഇങ്ങനെയാണ് നോക്കുക. അതിനെ പിരിച്ച് അതിന്റെ അടിസ്ഥാന ഘടകങ്ങളാക്കിയതിനു ശേഷം വലിച്ചെടുക്കും. ഇപ്പോ വിരുദ്ധ ആഹാരം എന്ന് പറഞ്ഞിട്ട് മീൻകറിയും അല്ലെങ്കിൽ മത്സ്യവും തൈരും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. ഇങ്ങനെ പറയുന്നവരോട് നിങ്ങൾക്ക് പറയാവുന്നത്, ടോക്സിക്കോളജി അഥവാ വിഷസങ്കലന ശാസ്ത്രം ഇത്രയധികം വികസിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ആര് മരിച്ചാലും പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പം ആമാശയവും കുടലും അതിനകത്ത് എന്തൊക്കെ കിടക്കുന്നത് നമ്മൾ രാസപരിശോധനയ്ക്ക് എടുക്കും. വിഷം അടിച്ചിട്ടാണ് അവർ മരിച്ചതെന്ന് നോക്കാനാണ്. അങ്ങനെ വികസിച്ച ഒരു കാലഘട്ടത്തിൽ ഒരാളുടെ ആമാശയത്തിലേക്ക് മീൻകറി കയറ്റി വിടുക, തൈരും കയറ്റി വിടുക, ആവശ്യത്തിന് സമയം എടുക്കുക, 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ട് ഈ ആമാശയത്തിൽ കിടന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ പരിശോധിക്കുക, ഇതിൽ മനുഷ്യ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള പുതിയ എന്തെങ്കിലും സാധനം ഉണ്ടായോ? ഇപ്പൊ കട്ടൻ ചായയും പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ചായയായി എന്ന് പറയുന്നത് പോലെ ഈ തൈരും മീനും കൂടെ കൂടി ചേർന്നിട്ട് എന്തെങ്കിലും വിഷമായിട്ടുള്ള ഒരു സാധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെളിയിക്കാൻ പറയുക. അങ്ങനെ അല്ലാത്തിടത്തോളം കാലം ദയവ് ചെയ്ത് ഇത്തരം മണ്ടത്തരങ്ങൾ വിളമ്പാതിരിക്കുക. പിന്നെ ഇത്തരം മണ്ടത്തരങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമേ ഉള്ളൂ. അതങ്ങനെയാണ്, വേറെ എങ്ങും പോകത്തില്ല. ബാക്കിയുള്ളവർ പുച്ഛിച്ചു തള്ളും. നമ്മുടെ അവിടെ ഈ ദേശീയത, നാട്ടറിവ്, മതപ്രോക്തത ഇങ്ങനെ കുറെ കാര്യങ്ങൾ തള്ളിവിടുമ്പോൾ ഇത് ആൾക്കാരുടെ ഇടയിൽ വ്യാപിക്കും. സയൻസിന്റെ രീതി അങ്ങനെയല്ല. നിങ്ങൾ ചോദ്യം ചെയ്യുക, നിങ്ങൾ തെളിയിച്ച് കാണിക്കുക. ഞാനതാ നേരത്തെ പറഞ്ഞത്, ആര് എവിടെ വെച്ച് എങ്ങനെ പരീക്ഷിച്ചാലും ഒരേ ഫലം ഉളവാക്കുന്നത് എന്തോ അതാണ് സയൻസ്. അത് ഇന്ത്യയിലും അതെ, അമേരിക്കയിലും അതെ, ലോകത്ത് എവിടെ പോയാലും അതെ. അത് യൂണിവേഴ്സൽ, പ്രാപഞ്ചികമാണ്. അങ്ങനെയെങ്കിൽ ടോക്സിക്കോളജിയിൽ ഇതൊന്ന് തെളിയിക്കാൻ പറയാ. എന്താണ് ഇത് തമ്മിൽ കയറുമ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും വിഷം ഉണ്ടാകുന്നെങ്കിൽ അത് തെളിയിക്കാൻ പറയും.